ഞാൻ കഴിഞ്ഞ ദിവസം മുടി വെട്ടാൻ പോയപ്പോൾ ചേട്ടനോട് പറയായിരുന്നു, ഏതോ പടം കണ്ടോന്ന് ചോദിച്ചു, ഓഫീസർ ഓൺ ഡ്യൂട്ടി ആയിരുന്നു തോന്നുന്നു, കണ്ടോന്ന് ചോദിച്ചു. ഒന്നില്ല കണ്ടില്ല, കാണണം എന്ന് പറഞ്ഞ പുള്ളി ഇങ്ങനെ പറഞ്ഞ് കുഞ്ചാക്കോ വേറൊരു പരിപാടിയൊക്കെ പിടിച്ചേക്കണമെങ്കിൽ വന്നിട്ടൊന്ന് അതിനെക്കാട്ടിൽ രസം തിയേറ്ററിൽ ശരിക്കുള്ള ഇടി നടന്ന് എന്ന് പറഞ്ഞ്. അപ്പം പുള്ളി പറഞ്ഞൊരു പുള്ളിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ പുള്ളി അറിയായിരുന്നു ഫ്രണ്ടിലിങ്ങനെ 3 ജെന്റിൽമാൻമാരായിട്ടുള്ള ആൾക്കാരിയ്ക്കുന്നു, അവന്മാർ മര്യാദയ്ക്കിരുന്ന് പടം കാണാം. അപ്പോൾ ഒരു 4 വേറെ ചെറു സെറ്റ് ടീംസ് വന്നിട്ട് ഇവന്മാർ ചെറുതായിട്ട് അടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം അവന്മാർ അവിടെ വന്ന് ഇതുപോലെ ഫ്രണ്ടിൽ എഴുന്നേറ്റിരിക്കുവോ എന്തൊക്കെയോ അലമ്പ്. അപ്പം അല്ലല്ല, അവന്മാർക്ക് ഈ പറഞ്ഞ പോലെ ഇവരുടെ ഇടയിൽ കൂടെ പാസ് ചെയ്ത് ഇപ്പുറത്തോട്ട് ഇറങ്ങണം. അപ്പം ഇവര് സത്യം പറഞ്ഞ ഇവർക്ക് ഇപ്പുറത്തോട്ട് ഇറങ്ങാനാണ് എളുപ്പം, ഇവരെ ക്രോസ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല, അപ്പുറത്തോട്ട് ഇറങ്ങാൻ സുഖമായിട്ട്. അപ്പൊ ഇവന്മാർക്ക് ഇതിലെ കൂടെ തന്നെ പോകണം. അപ്പൊ അവര് ചോദിച്ചാൽ അപ്പുറത്തോടെ പോയാൽ അതല്ലേ സിമ്പിൾ, അതല്ലേ പൊക്കൂടെ എന്നുള്ള സാധനം ചോദിച്ചു. കാരണം ഇപ്പൊ ഇവര് ഇച്ചിരി സൈസ് ഉള്ളവരാ, ഈ കാലൊക്കെ എത്ര ഒതുക്കിയാലും ചില തിയേറ്ററിൽ അങ്ങനെയുള്ള കൺജസ്റ്റഡ് ആയിരിക്കുമല്ലോ. അപ്പൊ അവന്മാർക്ക് ഇതിലെ തന്നെ പോകണത്, കാല് മാറ്റലെന്ന് പറഞ്ഞ് അതിൽ ഏറ്റവും മെലിഞ്ഞൊരുത്തൻ കയറി ഇതിലൊരുത്തനിട്ട് അടിച്ച് ഇതും പറഞ്ഞോണ്ടിരിക്കേണ്ടി വരും. അവന്മാര് 3 പേരുടെ അടുത്ത് വാരി 4 പേര് അലക്കി സീറ്റിനിടയിലൊക്കെ ഇട്ട് ചവിട്ടി. എന്നിട്ട് അവന്മാര് അവിടെ തന്നെ ഇരുന്ന് എന്നിട്ട് അപ്പോഴത്തേക്ക് അപ്പൊ ഇന്റർവെല്ലായിരുന്നു. എന്നിട്ട് ഇന്റർവെല്ലിന് പുറത്തു പോകാൻ വേണ്ടിയായിരുന്നു നീ ഇറങ്ങി. എന്നിട്ട് അടിയിട്ടിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് ഇന്റർവെല് കഴിഞ്ഞ് പടം തുടങ്ങിയപ്പോ 4 പേര് ഇറങ്ങിപ്പോയി. ഇരുട്ടത്ത് ഇറങ്ങിപ്പോയാലും ആരും കാണുമല്ലോ. അപ്പൊ പുള്ളിക്കാരൻ പറയാ, ഞാൻ എന്നിട്ട് ഇങ്ങനെ മനസ്സിലിരുന്ന് ബാക്കി പടം ശ്രദ്ധിച്ചിട്ടില്ല, ഞാനിരുന്ന് ആലോചിക്കും അവന്മാരിപ്പോ പോയിട്ട് ആളെ വിളിച്ചോണ്ട് വരും, പടം കഴിയുമ്പോഴത്തേക്ക് പുറത്ത് നല്ല അടിയാണ്. ഞാനതിന് ആദ്യം ഇറങ്ങി പുറത്തിറങ്ങി നിൽക്കുക, പക്ഷെ ഒന്നും നടന്നില്ല.